നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കന് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാം. ഇനി കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒരു 4 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ സവോള ആയതുകൊണ്ടാണ് 4 എണ്ണം ചേർത്ത് കൊടുക്കുന്നത്. ഇനി വലിയ സവോളയാണെങ്കിൽ 3 എണ്ണം ചേർത്താലും മതി. ഈ സവോള ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ഫ്രൈ ആകണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് നമുക്ക് പിന്നെ അരച്ച് ചേർക്കാനുള്ളതാണ്. ഇനി അതിലേക്ക് ഒന്ന് വഴണ്ടി വന്നു കഴിയുമ്പം ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ചേർത്താലും മതി. ഇനി ഇത് നല്ലോണം ഒന്ന് വഴഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു 10-15 വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ നമുക്കെടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3-4 ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ കറിയിൽ നമ്മൾ മസാലകൾ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പകുതി എടുത്ത് മാറ്റി വെക്കാം. അത് നമുക്ക് പിന്നെ അരച്ച് ചേർക്കാനുള്ളതാണ്. ബാക്കി മസാലയിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിട്ട് വഴറ്റി ഒന്ന് വെള്ളം ഇറങ്ങി വരുന്നവരെ നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഇത് അടി കരിഞ്ഞു പോകാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളി കൂടെ വഴറ്റിയത് ചേർത്ത് കൊടുക്കുക. ചാറ് കഴുകി 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു പച്ചമുളകും എരിവുള്ള മുളകായതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലുമാണ് അടുപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി കുക്കർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം. താങ്ക് യു.